മച്ചന്മാരെ ഈ ഒരു വീഡിയോ ഉല്ലാസയാത്രയുടെ ഒരു വീഡിയോ ഉണ്ടാ. നമ്മുടെ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളെല്ലാവരും തന്നെ ഒരു ഉല്ലാസയാത്ര പോയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു കൊച്ചു വീഡിയോ ഉണ്ട്. കൊച്ചു വീഡിയോ എന്ന് പറഞ്ഞാലും കുറച്ച് ലെങ്ത് ഉണ്ട്. നമ്മളൊരു വൺ ഡേ ട്രിപ്പ് ഉല്ലാസയാത്ര പോകാനായിട്ട് സെലക്ട് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് നെല്ലിയാമ്പതിയാണ്ടാ. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ്ടാ നമ്മൾ പുറപ്പെട്ടത്. വെളുപ്പിന് 5:30 ആയപ്പോഴേക്കും ഓരോരുത്തർ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്നു. നമ്മ നേരെ വണ്ടി എടുത്തിട്ടാ 5:30 എന്ന് പറഞ്ഞിട്ട് 6 മണിക്കാണ് നമ്മൾ പുറപ്പെട്ടത്. നേരെ പാലക്കാടേക്ക് വെച്ച് പിടിപ്പിക്കുക. അങ്ങനെ ഫസ്റ്റ് നമ്മുടെ കുതിരാൻ എത്തിയിട്ടാ. കുതിരാനിലെ കാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ട് എന്തായാലും ഒരു ട്രിപ്പ് ഒന്നാക്കിയല്ലേ, ഇതിൽ പെടുന്നതെല്ലാം ഒരു ടൂറുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകളാണ്. അപ്പം എന്തായാലും കുതിരാനിൽ ഇറങ്ങി അവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു വൈബ് തന്നെയായിരുന്നു. അങ്ങനെ നേരെ അവിടെ നിന്നും പിന്നെ യാത്ര ആയിട്ടാ. അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാത ഭക്ഷണം ഉണ്ടാ. അത് നമ്മൾ കുതിരാൻ കഴിഞ്ഞ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹോട്ടൽ മലബാറിൽ അങ്ങോട്ട് നിർത്തി. എന്ത് വേണമെങ്കിലും കഴിക്കായിരുന്നു. നമ്മൾ രാവിലെ തന്നെ കൊണ്ട് ലഘു ഭക്ഷണമായിട്ട് വെള്ളയപ്പം മുട്ടക്കറി അങ്ങോട്ട് അടിച്ചിട്ടാ. നമ്മുടെ വണ്ടിയുടെ മെയിൻ സാരഥിയായ സുനിച്ചേട്ടൻ നമ്മുടെ നേഴ്സിംഗ് സ്കൂളിലെ ഡ്രൈവറാണ് കേട്ടാ. സുനിച്ചേട്ടനാണ് ഈ കടയും കാര്യങ്ങളൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്തത്. എന്തായാലും അടിപൊളി ഫുഡും കാര്യങ്ങളായിരുന്നു. നമ്മൾ ഹാപ്പി, അവരും ഹാപ്പി. ഓക്കെ, അപ്പൊ പിന്നെ ഇനി ഒരു ലക്ഷ്യമുള്ളൂ നമ്മുടെ നെല്ലിയാമ്പതി ഫസ്റ്റ് ചെല്ലണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ തോട്ടത്തിലേക്കാണ് നമ്മൾ പോണത് കേട്ടോ. അവിടെ പാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാസ് ഒക്കെ എടുത്ത് നമ്മൾ നേരെ അകത്തോട്ട് വന്നിട്ടാ. എന്തായാലും അതിൻ്റെ അകത്ത് ഒരുപാട് കാണാനുണ്ടെന്നാണ് നമുക്ക് കേട്ടറിഞ്ഞിട്ടുള്ളത്. ആദ്യം അതിന്റെ ഭൂപടം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും അങ്ങോട്ട് നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വെച്ച് പിടിച്ച്. കേട്ടറിവിനേക്കാൾ വലുതാവണം കാണാൻ പോണം സത്യം. അപ്പം എന്തായാലും പുലിമുരുകൻ സീനിലെ ഡയലോഗ് മനസ്സിലുറപ്പിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് വെജിറ്റബിൾ തോട്ടം ഓറഞ്ചും അങ്ങോട്ട് കണ്ടുമെടുക്കാന്ന് വിചാരിച്ചു. ആദ്യം തന്നെ കുരുമുളകിന്റെ ഒരു കലവറ തന്നെ അവിടെ ഉണ്ടായിരുന്നട്ടാ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പലതരം പൂക്കളും കാര്യങ്ങളും ക്യാബേജ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എന്തായാലും കൊടുത്ത മുതലിന് കാണാനുള്ള ഐറ്റം അതിൻ്റെ ഉള്ളിലുണ്ട്. വെടിച്ചിലായിരുന്നു എന്തായാലും. അങ്ങനെ ഫാമിൻ്റെ ഉള്ളിൽ കുറച്ച് കലാവിരുതും കാര്യങ്ങളൊക്കെ ഉണ്ടട്ടാ. സിംഹത്തിനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കിണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിണ്ടിയല്ല, അതൊരു മുരളി പോലത്തെ പാത്രങ്ങളാണ്. എന്തായാലും അതൊക്കെ തന്നെ ഇത്തിരി കൂടി കൗതുകം ഉണർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് പലതരം പൂക്കളും കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഒരു വെറൈറ്റി ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറുമാടമാണ്. ഏറുമാടത്തേക്ക് കയറിയിട്ട് അവിടെ നിന്ന് ഒരു വ്യൂ അങ്ങോട്ട് പെടക്കാന്ന് വിചാരിച്ച് ഏറുമാടത്തിന്റെ അടുത്തേക്കായിട്ടാ പിന്നുള്ള യാത്ര. ഏറുമാടത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ മുകളിലോട്ട് കയറാൻ അത്യാവശ്യം ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കയറിയത്. കയറുമ്പോൾ സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ നേരെ അടിയിലുണ്ടാവട്ടാ. ഒന്നും നോക്കണ്ട, വാരിയല്ലൊക്കെ എന്തായാലും ഒടിയോന്നുള്ളത് കൺഫേം ആണ്. ഇപ്പം എന്തായാലും ഏറുമാടത്തേക്ക് വരുന്നവർ ശ്രദ്ധിക്കണം കേട്ടാ. സ്വന്തം സേഫ്റ്റി നമ്മുടെ കയ്യിൽ തന്നെയാണ്. അവിടെ വേറെ സേഫ്റ്റി ഇല്ല എന്നുള്ള കാര്യം എല്ലാവരും മറക്കണ്ടട്ടാ. ഏറുമാടത്തിൽ നിന്ന് കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വെറൈറ്റി ക്യാബേജ് തോട്ടം നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നട്ടാ. താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് അതിലേക്കായ ഒരു യാത്ര അത് കണ്ട് അടിപൊളി തന്നെ. 2 തരം ക്യാബേജും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. രണ്ടാമത് കൂടുതലുണ്ട്. എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തത് കൊണ്ടും അവിടെ പറഞ്ഞു തരാൻ ഗൈഡില്ലാത്തത് കൊണ്ടും നമ്മളത് കണ്ടങ്ങ് മടങ്ങി. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാഷൻ ഫുഡിന്റെ ഒരു വിപുലമായ ശേഖരത്തിന്റെ തോട്ടം തന്നെ അവിടെ ഉണ്ട്. 2-3 പേർക്കൊക്കെ കഴിക്കാനായിട്ട് കിട്ടി. നമുക്ക് തന്നില്ലട്ടാ. കഴിക്കാൻ കൊടുത്തത് ചീഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നണത്. എന്തായാലും നമുക്ക് തരാത്തതുകൊണ്ട് അതെന്തായാലും ചീഞ്ഞതായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ അവിടെ നിന്ന് നേരെ എത്തിയത് ആമ്പൽക്കുളത്തിലേക്കായിരുന്നു കേട്ടാ. ആമ്പല് നമ്മുടെ നാട്ടിലൊക്കെ നമ്മ അവിടെ ഇവിടെയും കാണുന്നുണ്ടെങ്കിലും ഇങ്ങനൊരു വിശാലമായ കാഴ്ച അത് ആദ്യമായിട്ടാണ്. ആമ്പൽക്കുളത്തിന്റെ സൈഡിൽ തന്നെ പ്രത്യേകതരം ഒരു പൂവ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് പറഞ്ഞു തരാൻ നേരത്തെ പറഞ്ഞ ഗൈഡ് നമുക്കില്ലല്ലോ. അപ്പം നമ്മളും അതങ്ങോട്ട് ഉപേക്ഷിച്ച് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മ ഇങ്ങനെ വീഡിയോ എടുത്ത് തന്നെ അത് കൗതുകത്തോടു കൂടി ഒരു കുട്ടി നോക്കിക്കണുണ്ടായിരുന്നു കേട്ടാ. പിന്നെ ഒരു ഏറുമാടത്തിന്റെ ഫോട്ടോ എടുത്ത് നേരെ എക്സിറ്റ് വഴി നേരെ പുറത്തോട്ട് ഇടുന്നു. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കുറച്ച് ഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ, ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിൽ. പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു ട്രക്കിങ്ങിന്റെ പരിപാടി ഉണ്ട്. അതിന് നമ്മൾ എന്തായാലും പോയില്ല. സാമ്പത്തികത്തിന്റെ പ്രശ്നവും ടൈമിന്റെ പ്രശ്നമാണ് മെയിനായിട്ടുള്ള കേട്ടാ. സാമ്പത്തിക ഒരു പ്രശ്നമല്ലെന്നറിയാല, ടൈമാണ് നമുക്ക് മുഖ്യം. അങ്ങനെ ട്രക്കിങ്ങിന് പോണ ജീപ്പിന് ടാറ്റയും കൊടുത്ത് അടുത്ത സ്ഥലമായ സീതാർകുണ്ടിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി നമ്മുടെ പേടകത്തിലേക്ക് അങ്ങോട്ട് കയറിയട്ടാ. അപ്പം ചെക്ക് പോസ്റ്റിലുണ്ട്. ചെക്ക് പോസ്റ്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കും ചിലപ്പോൾ മാത്രം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണം പറയുക, നേരെ പോവുക. പോകുന്ന വഴിക്ക് പണി കിട്ടിയട്ടാ. മോളിൽ നിന്നൊരു ബസ് ഇറങ്ങി വരുന്നുണ്ട്. അവൻ കാരണം നമ്മളൊരു പൊക്കത്തേക്ക് കയറ്റേണ്ടി വന്ന്. വണ്ടിയുടെ അടിയൊക്കെ ചെറുതായിട്ട് മുട്ടിയെങ്കിലും ഡ്രൈവർ എക്സ്പീരിയൻസ് ഉള്ളതായതുകൊണ്ട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നൈസായിട്ട് നടന്നിട്ടാ. അങ്ങനെ നമ്മ സീതാർകുണ്ടിലെ തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ കണ്ട് അതിലൂടെ അങ്ങോട്ട് നടന്ന് നമ്മ സീതാർകുണ്ട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ് പോണത്. സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് നടക്കുന്ന ടൈമിൽ വാനരന്മാരെയൊക്കെ കാണാട്ടാ. പിന്നെ കറുത്ത ടൈപ്പ് കുരങ്ങനായി കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ ഉണ്ടട്ടാ. അങ്ങനെ അല്പം റിസ്ക് പിടിച്ച വഴിയിലൂടെയൊക്കെ നടന്ന് നമ്മ വ്യൂ പോയിന്റിലേക്ക് എത്തിയട്ടാ. വ്യൂ പോയിന്റിലാണെന്നുണ്ടെങ്കിൽ അടിപൊളി വ്യൂ ആണ് അതിന്റെ മുകളിൽ നിന്ന് കാണാനുള്ളത് കേട്ടാ. അതെന്തായാലും നമ്മൾ ഈ പറയുന്ന
നെല്ലിയാമ്പതി പോകുമ്പോൾ നമുക്ക് എന്തായാലും കാണാൻ പറ്റിയ ഒരു ഏരിയ തന്നെ. ഈ ഒരു സ്ഥലം മിസ് ചെയ്യണ്ട, കയറി കാണുക. പിന്നെ കമ്പനി റേറ്റിൽ നമുക്ക് അവിടെ തേയിലയും കാര്യങ്ങളൊക്കെ കിട്ടൂട്ടാ, അത് വേറൊരു കാര്യമാണ്. ഉടൻ വരെ വന്നിട്ട് തേയില മേടിക്കാണ്ട് പോണത് ശരിയല്ല എന്നതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു തേയിലയൊക്കെ മേടിക്കാമെന്ന് മനസ്സിൽ എന്തായാലും വിചാരിച്ചിട്ടുണ്ട്. മനസ്സിൽ വിചാരിച്ചല്ല, ഇറങ്ങുമ്പോൾ എന്തായാലും മേടിക്കണം. എത്ര രൂപയാണ് എന്തായാലും റേറ്റും കാര്യങ്ങളൊക്കെ മിതമായ റേറ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെ സീതാർകുണ്ട് വ്യൂ പോയിന്റും കണ്ട് അവിടെ നിന്നൊരു സെൽഫിയും പഠിച്ചിട്ടാ എന്തായാലും അവിടെ വന്നതല്ലേ. നമ്മളുടെ ഓർമ്മകളിലൊക്കെ നിമിഷങ്ങൾ ഇങ്ങനെ സെൽഫിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മുമ്പിൽ എത്ര നാൾ സൂക്ഷിക്കാൻ പറ്റുമോ നമുക്കറിയില്ല. എന്നിരുന്നാൽ പോലും ഇതേപോലെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആക്കി നമ്മുടെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുക. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ അതിലും പോസ്റ്റ് ചെയ്യുക. നമ്മളൊരു കൊച്ചു യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട്, പച്ച പിടിച്ച് വന്നുള്ളൂ. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ ടൈം കിട്ടാറില്ല കേട്ടോ. എന്നിരുന്നാൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ കുരങ്ങൻ്റെ ഒപ്പം ഒരു സെൽഫി എടുത്ത് പിന്നെ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും വേസ്റ്റും കാര്യങ്ങളൊക്കെ വേസ്റ്റ് ബിന്നിൽ ഇടണം കേട്ടോ. എന്തായിരുന്നാൽ പോലും നമ്മൾ ചെന്നിട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു മലിനീകരണം നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ എന്തായാലും അവിടുത്തെ ഒരു ടീ സ്റ്റാൾ അല്ലെന്നുണ്ടെങ്കിൽ തേയിലയൊക്കെ വിൽക്കുന്ന ഒരു ഔട്ട്ലെറ്റ് ഫാക്ടറി ഉണ്ടായി. അവിടെ നിന്ന് നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് പിന്നെ ഇങ്ങോട്ട് നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേശവമ്പാറയിലേക്കുള്ളൊരു യാത്രയാണ് കേട്ടോ. കേശവമ്പാറയിലും ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നേരെ നമ്മൾ അങ്ങോട്ടുള്ള യാത്ര ആരംഭിച്ച് ഫസ്റ്റ് അവിടെ തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ ഫുഡ് കഴിക്കാനുള്ള പരിപാടി. അത് നമ്മൾ ഡ്രൈവറേട്ടനായ സുനിലേട്ടൻ്റെ സുഹൃത്തും കാര്യങ്ങളാണ് കേട്ടോ ആ ഹോട്ടൽ നടത്തുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ട്, ഇലയിൽ ഊണുണ്ട്. എന്തായാലും ഒന്നും പറയാനില്ല, അടിപൊളി ഫുഡായിരുന്നു. നമുക്കെല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടാ. നമ്മുടെ പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് കഴിക്കുകയും ചെയ്ത്. ചെറിയൊരു കടയാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡും കാര്യങ്ങളും. നമ്മളൊക്കെ തന്നെയായിരുന്നു അവിടെ സപ്ലൈയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആത്മാർത്ഥതയും കാര്യങ്ങളും അവർ തിരിച്ച് നമ്മളോടും കാണിച്ചിട്ടാ. പിന്നെ ഈ പയ്യൻ കുതിരയാണോ കഴുതയാണോന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഏതാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചോ. ഫുഡൊക്കെ കഴിച്ച് ഉഷാറായി സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ ആയെങ്കിൽ കേശവമ്പാറയിലേക്ക് കയറാട്ടാ. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഒരു ഭക്തിയും പ്രാർത്ഥനയൊക്കെ നല്ലതാണ്. എവിടെ ചെന്നാലും ആ ദേശത്തെ ദൈവങ്ങളൊന്നും നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കണം നല്ലതാണ്. എന്തായാലും അങ്ങോട്ടുള്ളൊരു യാത്രയിൽ കുറച്ച് വീഡിയോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകതരം നടപ്പാതയിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോയത്. കുറച്ച് ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വെയിലായിട്ടാ. വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറപ്പുറത്തൊക്കെ ഇരുന്ന് വെയിൽ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും, വെയിലിൻ്റെ ഒരു കാഠിന്യം കുറച്ച് കൂടുതലായിരുന്നു. എന്നിരുന്നാൽ പോലും അറ്റ്മോസ്ഫിയറിൽ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാ. പിന്നെ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ നമ്മുടെ നടത്തത്തിന് ലക്ഷ്യം കണ്ടിട്ടാ കേശവമ്പാറയിലെത്തി. കേശവമ്പാറയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്നുള്ളൊരു വ്യൂ, അതായത് ആ പാറ അങ്ങോട്ട് കയറി ഇറങ്ങിക്കഴിഞ്ഞാലാണ് പിന്നെ ഒരു വ്യൂ പോയിന്റ് ഉള്ളത്. അതും ഒരു അടിപൊളി വ്യൂ പോയിന്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വേറൊരു പാറയുടെ പുറത്തോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ചിന്ന വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു വീട് പണിതാക്കണ ആരായിരിക്കും? എന്നിരുന്നാൽ പോലും ആ വീട് പണിതവനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അത്തരം സാധനങ്ങളൊക്കെ അവിടെ കയറ്റി കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു ഷെഡ് അവിടെ വെച്ച് കെട്ടാനായിട്ട് കഴിഞ്ഞേരി. എന്നാലും ആരായിരിക്കും അത്രയും പൊക്കത്തിൽ ഇങ്ങനൊരു ചെറിയ വീട് അവിടെ സെറ്റപ്പ് ചെയ്താക്കണത്? അങ്ങോട്ട് പോകണമെന്നുള്ളൊരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളെ കൊണ്ട് നടക്കൂല. നമ്മൾ ഒറ്റക്കൊരു ബാച്ചിലർ വൈബായിട്ട് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു ലക്ഷ്യം കണ്ടാനാമ്മ. എന്നാൽ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ആ ലക്ഷ്യം ഒന്ന് കാണാന്നുള്ള ശുഭപ്രതീക്ഷയോടെ നമ്മ കേശവമ്പാറയിൽ നിന്ന് താഴത്തോട്ടുള്ള ഇറക്കത്തിലായിട്ടാ. താഴെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഐസ്ക്രീം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. കൂളാവണം, ഉള്ളൊന്ന് കൂളാക്കണം. അതിന് വേണ്ടി ഒരു കുൽഫി അങ്ങ് കീച്ചി. കുൽഫിയും കഴിച്ച് അടുത്ത സ്ഥലമായ പോത്തുണ്ടി പോലുള്ള പരിപാടി നോക്കിയിട്ടാ. അങ്ങനെ പോത്തുണ്ടി ഡാമിലെത്തിയിട്ടാ. പോത്തുണ്ടി ഡാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ എടുത്ത് നോക്കിയാൽ മതി. പോത്തുണ്ടി ഡാമിനെ കുറിച്ച് ഗൂഗിൾ അമ്മച്ചി നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് യോഗ്യനല്ല, കാരണം എനിക്കും ഗൂഗിൾ പറഞ്ഞ അറിവേ ഉള്ളൂ. അങ്ങനെ പോത്തുണ്ടി ഡാമിനേക്കുള്ള കുത്തനെയുള്ള ഒരു കയറ്റം അങ്ങോട്ട് കയറി പോത്തുണ്ടി ഡാമിൻ്റെ മുകളിൽ ചെന്ന് ആ വ്യൂ അങ്ങോട്ട് കാണാനുള്ള ആകാംക്ഷ. ആ കയറ്റം കഴിഞ്ഞ് മുകളിൽ ചെന്ന് കഴിഞ്ഞ് ഒരു കാറ്റുണ്ടളിയാ. ആ കാറ്റ് അടിപൊളി കാറ്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫി സ്റ്റിപ്പൊക്കെ കിടന്നിട്ടുണ്ടല്ലോ, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാണ്. അത്രക്കും പവറായിട്ടുള്ളൊരു കാറ്റാണ് ആ ഡാമിൻ്റെ മുകളിൽ നമുക്ക് കിട്ടിയേട്ടാ. എന്തായാലും ഡാമിൽ വളരെ വെള്ളം കുറവാണ്. അത് നമുക്ക് ഇവിടെ നിന്ന് പോയപ്പോഴേ അറിവ് കിട്ടിയായിരുന്നു. പല സ്ഥലങ്ങളിലും വെള്ളങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പൊതുവെ വരണ്ട കാലാവസ്ഥയാണ്. എന്നാലും അവിടുത്തെ കാറ്റ് അതന്നൊരു അന്യായ കാറ്റ് തന്നെയാണ് കേട്ടോ. ഡാമിലെ വെള്ളത്തിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയേക്കണ പില്ലറുണ്ടാട്ടാ. അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങറ്റം വരെ ഒന്ന് നടക്കണം. ഇതിൻ്റെ ഒരു ഷട്ടറുണ്ട് തുറക്കണത്, അതൊന്ന് പോയി കാണണം. നടക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ 1 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങോട്ട് നടക്കാനുള്ള പരിപാടിയാണ്. അതിനു മുമ്പ് കാറ്റിൻ്റെ ശക്തി എന്തോരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അതിൻ്റെ മുകളിൽ കയറി ഒന്ന് വ്യൂ എടുത്തിട്ടാ.
എൻ്റെ പൊന്നളിയാ ജീവൻ തിരിച്ചിട്ടിന്ന് പറയാ, ചാടിയാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ നടന്ന് അത് കണ്ടുപിടിച്ചിട്ടാ ആ വെള്ളം പോകുന്ന ഷട്ടർ എന്താണെന്നുള്ളത്. ആ വെള്ളം പോകുന്ന വ്യൂ ആണ് ആ കാണുന്നത്. നൈസായിട്ട് പോകണുള്ളൂ, എന്തായാലും വെള്ളം കുറവാണല്ലോ, അതുകൊണ്ട് പമ്പിങ്ങും കുറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ചെന്നാലും ഒരു സെൽഫിയും കാര്യങ്ങളുണ്ടല്ലോ. കുറച്ച് ആൾക്കാരുടെ എല്ലാവരും തന്നെ ഒരുമിച്ച് ചേർത്ത് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത്. ഇനി പോത്തും ഡാമിന് താഴത്തേക്ക് ഇറങ്ങാൻ റിസ്ക് ആണ്. പിന്നെ താഴത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് പാർക്കാണ് കേട്ടോ. പാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം പാർക്കുകളാണ്. പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ പാർക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളും കാര്യങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. ഡോഗ് അത് നമ്മൾ നൈസായിട്ട് അവിടെ ഉണ്ട്, അത് നോക്കണ്ട. അവരൊന്നും ശല്യക്കാരല്ല എന്തായാലും. പിന്നെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന പലവരെയും നമ്മൾ അവിടെ കണ്ടായിരുന്നു. റീലിന് വേണ്ടിയാണെന്നുള്ളത് എന്തായാലും കൺഫേം ആണ്. നമ്മൾ ഈ ഡാൻസ് പണ്ടേ മുതൽ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ പരിപാടിയില്ല. പിന്നെ പലതരം ചിത്രങ്ങൾ, അതായത് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ അവിടെ കണ്ട് വൈബിൽ കൂടെ നടന്നിറങ്ങാൻ പറ്റിയ ആർച്ച് പോലെ ഇങ്ങനെ പുല്ലും അല്ലെന്നുണ്ടെങ്കിൽ ചെടികളൊക്കെ വെച്ചാക്കണതൊക്കെ ഉണ്ട്. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരത് അനുകരിക്കുക എന്നുള്ളതാണ് ആ ഒരു ശില്പം കൊണ്ട് ഉദ്ദേശിച്ചാക്കണത്. പിന്നെ അനുകരിക്കാൻ പറ്റിയ പല ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പോത്തും ഡാമിലെ ഫുള്ള് വ്യൂവും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് ലാസ്റ്റ് പ്ലേസ് ആണ്. അതുകൊണ്ട് ഫുൾ ടൈം അവിടെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ പോത്തും ഡാമിൻ്റെ പുറത്തിറങ്ങി. നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കണ്ടുപിടിക്കണം. വണ്ടി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഇന്ധനം അടിക്കണം. അതിനുവേണ്ടി നമ്മൾ കണ്ടുപിടിച്ചൊരു കടയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇഷ്ടംമാരെ കടകളുണ്ട്. ഉപ്പ് സോഡ, ഒരു ഉപ്പ് സോഡയും കഴിച്ച് മാങ്ങയിൽ ഇത്തിരി മുളകിട്ട് അതങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നടന്ന് ബസ് കണ്ടുപിടിച്ചിട്ടാ. ഇനി എന്തായാലും നമ്മുടെ വീട്ടിലോട്ടുള്ള യാത്രയുണ്ടാ. നമ്മുടെ ടൂർ എന്തായാലും വൈൻഡപ്പ് ചെയ്ത് ഇനി എന്തായാലും വീട്ടിലോട്ടുള്ള പോക്ക് എൻജോയ് ചെയ്യുക. അതിന് ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരാൻ നമ്മൾ വന്നപ്പോൾ എടുത്ത വ്യൂവും നൈറ്റ് വ്യൂ ആണിട്ടത്. നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ട വ്യൂ തന്നെയാണ്. നെക്സ്റ്റ് പരിപാടി കുതിരാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക. ഫുഡ് കഴിക്കാനായിട്ട് നമ്മ ഒരു ഹോട്ടലിൽ അങ്ങോട്ട് കയറി ഫുഡ് കഴിക്കാൻ. പിന്നെ ഹോട്ടലിലല്ലാണ്ട് വേറെ എവിടെയാണല്ലോ കയറണത്. മന്തി മുതൽ മസാല ദോശ വരെ ഉണ്ട്. എന്തായാലും എന്തായാലും ഒരു മസാല ദോശ പറഞ്ഞു. കാരണം യാത്രകൾ പോകുമ്പോൾ നോൺ വെജ് പരമാവധി ഒഴിവാക്കണമെന്നാണ് നമ്മുടെ തലമൂത്ത നേതാവ് പറഞ്ഞേക്കണത്. ആരാണാവോ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മളൊരു മസാല ദോശയും കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇന്നടുത്തത് വീട്ടിലോട്ട് പോകുക എന്നുള്ളതാണ്. എന്തായാലും ഹോട്ടലിലെ ആൾക്കാരൊക്കെ ആയിട്ട് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനിയൊക്കെ ആയതുകൊണ്ട് അവർ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് തന്നിട്ടാണ്. അപ്പോൾ എന്തായാലും വണ്ടി കയറുക, നേരെ ഹോസ്പിറ്റലിലോട്ട് വിടുക. അപ്പോൾ എല്ലാവരെയും പിറക്കി വണ്ടിയിൽ കയറ്റി നേരെ ഹോസ്പിറ്റലിലെത്തി. കൊണ്ടാട്ടി വിളി തുടങ്ങി. നേരെ വീട്ടിലെത്തുക. കൊണ്ടാട്ടിക്ക് ഒരു മസാല ദോശ മേടിച്ചിട്ടുണ്ട്, അതങ്ങോട്ട് കൊടുക്കുക. ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ എന്തായി ഹോസ്പിറ്റലിലെത്തി എല്ലാവരും ഇറക്കിയ ശേഷം നേരെ നമ്മൾ വീട്ടിലെത്തി.